രണ്ടെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ പറത്തി വീട്ടിൽ കൊണ്ടുപോയേനെ. സൂക്കിൽ കുറേ സ്റ്റോർ ഉണ്ട്, അതിൽ ഒരു സ്റ്റോറാണ് ഖലീൽ സ്റ്റോർ. ഇവിടെ മെജോറിറ്റിയും വർക്ക് ചെയ്യുന്ന മലയാളീസ് തന്നെയാണ്. പുള്ളി ഭയങ്കര സീരിയസ് ആട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സൗദിയിൽ ഞങ്ങൾ അബഹയിലാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു കുഞ്ഞ് മാർക്കറ്റ് സ്പേസ്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ സൂക്ക് എന്നാണ് പറയുക. എൻ്റെ ലാസ്റ്റ് വ്ലോഗ് കണ്ടവർക്കറിയാം, ഞങ്ങൾ അൽ ഒത്തൈം പിന്നെ നമ്മുടെ ലുലുലൊക്കെ കയറിയിട്ടാണ് ഈ സൂക്കിലേക്ക് പോയത്. ആദ്യം തന്നെ ഞങ്ങൾ ഒരു പെറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ക്യാറ്റ്സിന് ക്യാറ്റ് ഫുഡ് മേടിക്കുന്നത് ഈ പെറ്റ് ഷോപ്പിൽ നിന്നാണ്. നമ്മുടെ സുട്ടൂനും മിക്കിക്കും ഇവിടെ ക്യാറ്റ് ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ കുറേ കുഞ്ഞു സുന്ദരിമാരും ഉണ്ട്, കണ്ടോ? അയ്യോടാ, ഭയങ്കര സ്നേഹം. ക്യാറ്റ്സ് ഉണ്ട്. എന്താണോ പുള്ളി ഭയങ്കര സീരിയസ് ആട്ടോ. ക്യാറ്റ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. രണ്ടുപേർക്ക് ഭയങ്കര സ്നേഹമാണ്. ഹലോ, ഒരാളൂടെ ഭയങ്കര. ഓൾറെഡി എനിക്ക് രണ്ടെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ പറത്തി വീട്ടിൽ കൊണ്ടുപോയേനെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പെറ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഉള്ളൊരു മലയാളി സ്റ്റോറിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ ഉള്ളൊരു മലയാളി സ്റ്റോറിലാണ്. സൂക്കിൽ കുറേ സ്റ്റോർ ഉണ്ട്, അതിൽ ഒരു സ്റ്റോറാണ് ഖലീൽ സ്റ്റോർ. ഇവിടെ എന്താ പറയുക, കുറേ ഐറ്റംസ് ഉണ്ട്. യെസ്, അപ്പോൾ ഞങ്ങളുടെ സൂക്കിൽ ഇങ്ങനത്തെയുള്ള കുറേ സ്റ്റോഴ്സ് ഉണ്ട്. അതിൽ കൂടുതൽ സ്റ്റോഴ്സ് നടത്തുന്നത് നമ്മുടെ മലയാളീസ് തന്നെയാണ്. ഞങ്ങൾ കൂടുതലും ഈ സ്റ്റോറിലാണ് പോകാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ സ്റ്റോഴ്സിൽ പോകുമെങ്കിലും കൂടുതൽ ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. ഈ സ്റ്റോറിൽ തന്നെ ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും കിട്ടും. വെജിറ്റബിൾസ്, നട്ട്സ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അരി, പിന്നെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ആ ഒരു ലെവലിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇങ്ങനത്തെയുള്ള ചെറിയ സ്റ്റോഴ്സിൽ ഒരു അത്യാവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാകും. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫിഷ് വാങ്ങാനാണ്. ഇവിടെ ഞങ്ങൾ സൂക്കിൽ നിന്നാണ് ഞങ്ങൾ ഫിഷ് വാങ്ങാറുള്ളത്. ഒന്നെങ്കിൽ സൂക്കിൽ നിന്നോ അല്ലെങ്കിൽ ലുലുന്നോ, ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഫിഷസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞങ്ങൾ കൂടുതൽ ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങാറുള്ളത്. ഇവിടെ തന്നെ അത്യാവശ്യം എല്ലാ ഫിഷസും നമുക്ക് കിട്ടും. നാട്ടിലത്തെ അത്രയും ടേസ്റ്റൊന്നും കിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിഷസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഫിഷ് ഷോപ്പ് ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ കാണിച്ച ഗ്രോസറി സ്റ്റോർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ കൂടുതലും മലയാളീസ് തന്നെയാട്ടോ ഉണ്ടാവാറുള്ളത്. സൂക്കിൽ വേറെ പലരും ഉണ്ടെങ്കിലും കൂടുതലും നമ്മൾ സ്വന്തം മലയാളികൾ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ്, സൗദി ലൈഫൊക്കെ കൂടുതൽ കണ്ടറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.